നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ തലയെടുപ്പിൽ കേരളവും. മികച്ച സഹനടനും സഹനടിക്കുമുള്ള പുരസ്കാരങ്ങൾ നേടിയിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള നമ്മുടെ മികച്ച പ്രിയപ്പെട്ട താരങ്ങൾ തന്നെയാണ്. ഈ പഴകുന്തോറും വീര്യം കൂടും എന്ന് നമ്മൾ പറയാറില്ലേ, അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ പുരസ്കാര നേട്ടത്തെയും നമ്മൾ പറയാൻ. വിജയരാഘവനും ഉർവശിയുമാണ് മികച്ച സഹനടിയും സഹനടനും. പൂക്കാലം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് വിജയരാഘവൻ പുരസ്കാരം നേടിയത്. ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് മികച്ച സഹനടിയായി ഉർവശി പുരസ്കാരം നേടിയത്. ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിക്കും 2023 മികച്ച നടന്മാർക്കുള്ള ദേശീയ പുരസ്കാരം നേടിയത്. റാണി മുഖർജിയാണ് മികച്ച നടി. ഉള്ളൊഴുക്ക് എന്ന ചിത്രം ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് തന്നെയായിരുന്നു. മികച്ച അഭിനയമായിരുന്നു ആ ചിത്രത്തിൽ ഉർവശിയും അതുപോലെ തന്നെ പാർവതി തിരുവോത്തും ഒക്കെ കാഴ്ചവെച്ചത്. അന്ന് തന്നെ ചില ചർച്ചകളും വന്നിരുന്നു. അവാർഡ് ഉർവശി തന്നെ തൂക്കുമെന്ന്. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതും. ദ കേരള സ്റ്റോറി എന്ന ചിത്രത്തിന് സുദീപ് ദോ സെന്നിനെ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തു. വിധു വിനോദ് ചോപ്ര സംവിധാനം ചെയ്ത 12th ഫെയിലാണ് മികച്ച ഫീച്ചർ സിനിമ. ജവാൻ എന്ന ചിത്രത്തിനാണ് ഷാരൂഖ് ഖാന് പുരസ്കാരം കിട്ടിയത്. 12th ഫെയിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് വിക്രാന്ത് മാസിയെ മികച്ച നടനായി തെരഞ്ഞെടുത്തത്. അതും അർഹിച്ച ഒരു അംഗീകാരം തന്നെയായിരുന്നു. ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ചിത്രമായിരുന്നു 12th ഫെയിൽ. മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് റാണി മുഖർജി മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത്. ഗുജറാത്തി നടി ജാനകി ബോദിവാലയോടൊപ്പമാണ് ഉർവശി പുരസ്കാരം പങ്കിട്ടത്. വിജയരാഘവൻ, MS ഭാസ്കർ എന്നിവരെ മികച്ച സഹനടന്മാരായി തെരഞ്ഞെടുത്തത്. പാർക്കിങ്ങിലെ അഭിനയമാണ് ഭാസ്കറിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. പാർക്കിംഗാണ് മികച്ച തമിഴ് ചിത്രവും. GV പ്രകാശ് കുമാർ ആണ് മികച്ച സംഗീത സംവിധായകൻ. ആനിമൽ എന്ന ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയ ഹർഷവർദ്ധൻ രാമേശ്വർ അവാർഡിന് അർഹനായിട്ടുണ്ട്. 2018 എന്ന ചിത്രത്തിന് രംഗമൊരുക്കിയ മോഹൻദാസ് ആണ് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ. പൂക്കാലം എന്ന ചിത്രത്തിന്റെ എഡിറ്റർ മിഥുൻ മുരളിയാണ് മികച്ച എഡിറ്റർ. അങ്ങനെ കേരളത്തിനും കൈനിറയെ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പുരസ്കാരങ്ങൾ എങ്ങനെയൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. മികച്ച ചിത്രം 12th ഫെയിൽ. മികച്ച സംവിധായകൻ സുദീപ് ദോ സെൻ. മികച്ച ഗായിക ശില്പ റാവു ആണ്. ചിത്രം ജവാൻ. മികച്ച ഗായകൻ PVNS രോഹിത് ആണ്. ചിത്രം ബേബി. മികച്ച ഛായാഗ്രഹണം പ്രസന്തനു മോഹപത്ര. ചിത്രം കേരള സ്റ്റോറി. സംഘടന സംവിധാനം നന്ദു ആൻഡ് പൃഥ്വി. ചിത്രം ഹനുമാൻ. നൃത്ത സംവിധാനം വൈഭവി മർച്ചന്റ്. ചിത്രം റോക്കി ഓർ റാണി കി പ്രേം കഹാനി. ഗാനരചന കസല ശ്യാം. ചിത്രം ബലഗം. സംഗീത സംവിധായകൻ GV പ്രകാശ് കുമാർ. ചിത്രം വാത്തി. BGM ഹർഷവർദ്ധൻ രാമേശ്വർ. ചിത്രം ആനിമൽ. കോസ്റ്റ്യൂം സച്ചിൻ ലോവലേക്കർ, ദിവ്യ ഗംഭീർ, നിധി ഗംഭീർ. ചിത്രം സാം ബഹദൂർ. മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ മോഹൻദാസ്. ചിത്രം 2018. മികച്ച എഡിറ്റിംഗ് മിഥുൻ മുരളി. ചിത്രം പൂക്കാലം. പ്രത്യേക ജൂറി പുരസ്കാരം MR രാജകൃഷ്ണൻ. ചിത്രം ആനിമൽ പ്രീ റെക്കോർഡിംഗ് മിക്സ്. മികച്ച തെലുങ്ക് ചിത്രം ഭഗവന്ത്. മികച്ച മലയാളം ചിത്രമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഉള്ളൊഴുക്ക് തന്നെയാണ്. കന്നഡ ചിത്രം ദ റേ ഓഫ് ഹോപ്പ്. ഹിന്ദി ചിത്രം എ ജാക്ക് ഫ്രൂട്ട് ഹിസ്റ്ററി. എന്തായാലും ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ അടിമുടി തിളങ്ങിയതും 12th ഫെയിൽ എന്ന ചിത്രമാണ്. വ്യാപകമായ നിരൂപക പ്രശംസ നേടുകയും ഒരു സ്ലീപ്പർ ഹിറ്റായി മാറുകയും ചെയ്ത ഈ സിനിമയാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടതും. വിക്രാന്ത് മാസിയുടെ അസാധ്യമായ അഭിനയ പ്രകടനവും ആ കഥയുമൊക്കെ, അതായത് ആ കഥയെന്ന് പറയുന്നത് ഒരു റിയൽ സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമയ്ക്ക് ഇത്രയും ജീവൻ വെച്ചതും പുരസ്കാരത്തിന് അർഹമായതും. കടുത്ത ദാരിദ്ര്യത്തെ അതിജീവിച്ച് ഇന്ത്യൻ പോലീസ് സർവീസ് ഉദ്യോഗസ്ഥനായി തീർന്ന മനോജ് കുമാർ ശർമ്മയെയും ഇന്ത്യൻ റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥയായ ശ്രദ്ധ ജോഷി ശർമ്മയെയും കുറിച്ചുള്ള അനുരാഗ് പഥക്കിന്റെ 2019 അതേ പേരിൽ പുറത്തിറങ്ങിയ നോൺ ഫിക്ഷൻ പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം ഒരുക്കിയത്. ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്നും എത്തി IPS നേടുന്ന മനോജ് കുമാറിന്റെ കഥയായിരുന്നു ആദ്യ അവസാനം മുഴുവൻ പറഞ്ഞു വെച്ചത്. തോൽവികളിൽ തളരാതെ മുന്നേറാനും സ്വപ്നങ്ങൾക്കായി കഠിന പ്രയത്നം ചെയ്യാനും മനോജ് കുമാർ നടത്തുന്ന ത്യാഗങ്ങളാണ് ഈ സിനിമയിലുടനീളമുള്ളത്. അനേകായിരം ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നത്തിന് ലഭിച്ച വിജയമായി മനോജിന്റെ വിജയം മാറുന്നിടത്താണ് സിനിമ വൈകാരികമായി വിജയം നേടുന്നത്.
വിക്രാന്ത് മാസിയാണ് മനോജ് കുമാർ ശർമ്മയെ അവതരിപ്പിച്ചത്. മേധാ ശങ്കർ, അനന്ത് ജോഷി, അൻഷുമാൻ പുഷ്കർ, പ്രിയാൻഷു ചാറ്റർജി എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തിയിരുന്നു. 2023 ഒക്ടോബർ 27 തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത 12th ഫെയിൽ വ്യാപകമായ നിരൂപക പ്രശംസ നേടുകയും ഒരു സ്ലീപ്പർ ഹിറ്റായി മാറുകയും ചെയ്യുകയായിരുന്നു. 20 കോടി രൂപ ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രം ലോകമെമ്പാടുമായി 71 കോടി രൂപയിൽ അധികം കളക്ഷൻ നേടിയിരുന്നു. 2023 ബോളിവുഡിൽ സംഭവിച്ച സൈലന്റ് ഹിറ്റ് ആയിരുന്നു ഈ ചിത്രം. അതായത് ആ സമയം വരെ നമ്മൾ ബോളിവുഡിന്റെ ഒരു ചരിത്രം അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ തുടരെ സിനിമകൾ പൊട്ടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിന് ഇടയ്ക്ക് ഒരു ആശ്വാസം തന്നെയായിരുന്നു ഈ ചിത്രം. ഫിലിം ഫെയർ പുരസ്കാരങ്ങളിലും ചിത്രം നിറസാന്നിധ്യം തന്നെയായിരുന്നു. 69ാമത് ഫിലിം ഫെയർ അവാർഡിൽ മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച നടൻ എന്നിവയുൾപ്പെടെ 5 പുരസ്കാരങ്ങൾ ഈ ചിത്രം സ്വന്തമാക്കിയിരുന്നു. ബോളിവുഡിലെ വിജയ ചിത്രങ്ങളുടെ പട്ടികയിൽ പുതിയ ചരിത്രം എഴുതിയ 12th ഫെയിൽ ചൈനയിലെ ഷാങ്ഹായ് ഫിലിം ഫെസ്റ്റിവലിലും പ്രദർശിപ്പിച്ചിരുന്നു. കോവിഡ് കാലത്ത് സിനിമാ വ്യവസായം അനിശ്ചിതത്വത്തിലായിരുന്ന ഘട്ടത്തിലാണ് സംവിധായകൻ വിധു വിനോദ് ചോപ്ര തന്റെ പുതിയ ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ പുറത്തുവിട്ടത്. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ 2022 നവംബറിൽ നടൻ വിക്രാന്ത് മാസി നായകനാകുമെന്ന് ചോപ്ര പ്രഖ്യാപിക്കുകയായിരുന്നു. ഇരുവരും ഒന്നിക്കുന്ന ആദ്യത്തെ ചിത്രവും 12th ഫെയിലായിരുന്നു. എന്തായാലും 12th ഫെയിൽ അങ്ങനെ വിജയിച്ചു കയറിയ ചരിത്രമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പുരസ്കാരങ്ങൾ നേടിയ എല്ലാ മലയാളികൾക്കും എടുത്തു പറയേണ്ടത് വിജയരാഘവനും ഉർവശിക്കും ഒക്കെ മലയാളത്തിന്റെ പെരുമ വീണ്ടും ഉയർത്തിപ്പിടിച്ച എല്ലാവർക്കും, അവാർഡിന് അർഹരായ എല്ലാവർക്കും അഭിനന്ദനങ്ങളും നേരുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.